കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം എന്ന വിഷയത്തെക്കുറിച്ച് വിവിധ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വചനഭാഗം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തെ നമുക്ക് വ്യക്തമായിട്ടറിയാം. കർത്താവിനെ ഗർഭം ധരിച്ചിരിക്കുന്ന അമ്മ മറിയം ഇത് കണ്ട് അവളെ ഉപേക്ഷിക്കാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചിരിക്കുന്ന ഭർത്താവായ യോസേഫിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്ന വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേൾക്കാനിടയായി തന്നത്. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേരിടാൻ. ഈ വാക്കിൽ ദൈവത്തിൻ്റെ ജനത്തെ രക്ഷിക്കാനാണ് ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നതെന്നും ലോകത്തിലേക്ക് ക്രിസ്തു വന്നപ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ രക്ഷിക്കാനായി അവൻ കൊടുക്കുന്നത് തൻ്റെ നാമമാണെന്നും നമുക്കവിടെ നിന്ന് മനസ്സിലാകുന്നു. രക്ഷയും വീണ്ടെടുപ്പും നാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് ഇന്ന് ചിന്തിക്കാനുള്ളത്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ യേശു എന്ന പേര് ജനത്തെ രക്ഷിപ്പാൻ ആവശ്യമാകുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവിടെ മറ്റൊരു ഭാഗവും നമ്മൾ ചിന്തിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രമാണ് ഇവിടെ നാം ചിന്തിക്കുന്നത്. പലരും സംശയമായിട്ട്, പലരും എതിർ ചോദ്യവുമായി ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നിന്ന് നാം ചിന്തിക്കുന്നത്. അതായത് നാമമാണ്. ഒരാളുടെ പേര് ഭാഷ മാറുമ്പോൾ വ്യത്യാസം വരുമോ എന്നുള്ളതാണ് ചിലർ ചോദിച്ചിരിക്കുന്നത്. ഭാഷ മാറുമ്പോൾ വ്യത്യാസം വന്നില്ല എങ്കിൽ ഒരാളുടെ പേര് പത്രോസ് എന്നാണെങ്കിൽ അത് ഇംഗ്ലീഷിൽ വേറൊരു വാക്കായി തീരുന്നില്ല. അത് മലയാളത്തിൽ പത്രോസ് ആണെങ്കിൽ ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ. ഉച്ചാരണത്തിൽ ചില വ്യത്യാസങ്ങളെല്ലാം വന്നെന്നിരിക്കുക, എന്നാൽ അടിസ്ഥാനപരമായിട്ട് അതിന് വ്യത്യാസമില്ല. ഇവിടെ യേശു എന്ന പദം മാനവരാശി രക്ഷയ്ക്കായിട്ട് ദൈവപുത്രൻ്റെ നാമമായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. അത് ഇംഗ്ലീഷിലായപ്പോൾ ജീസസ് എന്നായിരിക്കുന്നു. യേശു എന്നുള്ള പദവും ജീസസ് എന്നുള്ള പദവും തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട്. അത് രണ്ടും നമുക്ക് പരിചയമുള്ളത് കൊണ്ട് നമുക്കൊന്നായിട്ടങ്ങ് കരുതാം എന്ന് മാത്രമേ ഉള്ളൂ. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്തുകൊണ്ടാണ്, നമ്മൾ ഏതാണ് അതിന് എടുക്കേണ്ടത്? അത് രണ്ടും ഉച്ചരിക്കാമോ? രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഏതെല്ലാം ചോദ്യം എങ്ങനെയെല്ലാം ഉയർന്നാലും ഒരു സാധാരണക്കാരന് ഇതെങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. നമ്മൾ ഒരു വലിയ ലോകത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ഈ ലോകപ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ബലഹീനവും ജ്ഞാനഹീനവും നികൃഷ്ടവുമായതിനെയാണ് രക്ഷയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് കാരണം ദൈവസന്നിധിയിൽ ഒരു ജലവും പ്രശംസിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ അർത്ഥം നമ്മളൊക്കെയും ഈ സമൂഹത്തിൽ, ഈ ലോക സമൂഹത്തിൽ ഒരു ഉന്നത നിലവാരം ജ്ഞാനത്തിലും ബലത്തിലും
കുലീനതയിലും പുലർത്തുന്നവരല്ല, അല്ലെങ്കിൽ അവകാശപ്പെടാൻ സാധ്യതയുള്ളവരല്ല. എന്ന് പറഞ്ഞാൽ കുലീനരാരും വിശ്വാസത്തിൽ വരില്ലെന്നുള്ളതല്ല. തങ്ങളുടെ ദൃഷ്ടിക്ക് തങ്ങൾ ജ്ഞാനികളല്ല, തങ്ങളുടെ ദൃഷ്ടിക്ക് തങ്ങൾ കുലീനരല്ല, തങ്ങളുടെ ദൃഷ്ടിക്ക് തങ്ങൾ ബലവാന്മാരല്ല. അങ്ങനെയുള്ളവരെയാണ് ദൈവം രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ പദം, കർത്താവിൻ്റെ നാമം നമുക്കെങ്ങനെ സ്വീകരിക്കാനും നമുക്കെങ്ങനെ ഉച്ചരിക്കാനും നമുക്കെങ്ങനെ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാനും കഴിയും എന്നുള്ളത് നാം ഇന്നിവിടെ ചിന്തിക്കുകയാണ്. അതിൽ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത്, ജീസസ് എന്ന് പറയുന്നതും യേശു എന്ന് പറയുന്നതും നമുക്ക് ഒറ്റ ശബ്ദത്തിൽ തന്നെ രണ്ട് പദമായിട്ട്, രണ്ട് ഭാഗമായിട്ട് നമുക്ക് തോന്നാം. ഇതിൻ്റെ ചില ചരിത്രങ്ങളാണ് നമ്മൾ വചനപ്രകാരം പഠിക്കുന്നത്. ഒന്നാമത്തെ തന്നെ നമുക്ക് ലഭിച്ച ഈ നാമം യേശു എന്ന് പറയുന്നത്, ഈ ശബ്ദം നമ്മൾ എവിടെ കേട്ടതാണ്? ഇത് മനുഷ്യൻ ഉച്ചരിച്ചതല്ല, ഇത് സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഉച്ചരിച്ചതാണ്. മനുഷ്യരാൽ ഉച്ചരിക്കപ്പെട്ട നാമമല്ല ഇത്. ഇതിൻ്റെ അർത്ഥം യഹോവ രക്ഷകൻ, അല്ലെങ്കിൽ യഹോവ രക്ഷിച്ചു എന്നുള്ളതാണ്. യഹോവ രക്ഷകനായി തീർന്നു എന്നുള്ളതാണ്. ആ രണ്ട് വാക്കുകളോട് കൂടിയതാണ് യേശു എന്ന പദത്തം. അതിന് നമ്മൾ ഡിക്ഷണറിയിൽ വായിക്കുന്നത് യേശൂസ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ പദം, യേശു എന്നുള്ള പദം, തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കേണ്ട അവൻ യേശു എന്ന് പേർ വിളിക്കണമെന്ന് പറഞ്ഞ ആ പദം, ഇത് എവിടെ നിന്നാണ് ദൂതന് കിട്ടിയത്? ഇത് മനുഷ്യർക്ക് കിട്ടിയത് ദൂതൻ പറഞ്ഞതാണ്. ദൂതൻ ഇത് എവിടെ നിന്ന് കിട്ടി? അതിന് കർത്താവ് തൻ്റെ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ഈ യേശു എന്ന നാമം വിളിക്കപ്പെട്ട ശിശു വളർന്നതിന് ശേഷം ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ നാമത്തിലല്ല, എൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ്. അതായത് ഈ ശിശുവിനെ വിളിച്ച യേശു എന്ന നാമം ദൂതൻ ഉച്ചരിച്ചത്, ദൂതന് കിട്ടിയത് പിതാവിൽ നിന്നാണെന്ന്. പിതാവിന് ഇത് എവിടെ നിന്ന് കിട്ടി? പിതാവിന് ഈ നാമത്തെ കിട്ടിയത് പിതാവായ ദൈവം ക്രിസ്തു ജനിക്കുന്നതിന് 1450 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രയീം ദേശത്ത് ഇസ്രായേൽ ജനം വർദ്ധിച്ചു പെരുകി മിസ്രയീം രാജാവായ ഫറവനാൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ചപ്പോൾ ദൈവം അബ്രഹാമിനെയും അവരുടെ പിതാക്കന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ഓർത്ത് അവരെ രക്ഷിപ്പാനായി ഇറങ്ങി വന്നു. അങ്ങനെ ഇറങ്ങി വന്നതിന് ശേഷം അവരെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ, അവിടെ നിന്ന് വിടുവിച്ച് രക്ഷിച്ച് അവരെ കൊണ്ടുപോയി പാലും തേനും ഒഴുകുന്ന കനാൻ ദേശമായ ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ദേശത്ത് കൊണ്ടുപോയി പാർപ്പിക്കാൻ കർത്താവ് മോശയെയും ഇസ്രായേലിനെയും ഒരുക്കുകയാണ്. അങ്ങനെ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം ഇപ്രകാരം പറഞ്ഞു, ഞാൻ യഹോവയാകുന്നു. യഹോവ എന്ന നാമത്തിൽ ഞാൻ ഇന്നുവരെ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ടില്ല. അവർക്ക് ഞാൻ വെളിപ്പെട്ടത് സർവശക്തിയുള്ള ദൈവം എന്നുള്ള നാമത്തിലാണ്. പക്ഷെ ഇവിടെ ഞാൻ യഹോവ എന്ന നാമത്തിൽ വെളിപ്പെടുകയാണ്. ആ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലാണ് നമ്മൾ യഹോവ എന്ന പദത്തെ നമ്മൾ വിടുതലിൻ്റെ നാമമായി, ഇസ്രായേൽ ജനത്തെ രക്ഷിപ്പാൻ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ നാമം വെളിപ്പെട്ടതായി ആദ്യമായി കാണുന്നു. അങ്ങനെ യഹോവയായ ദൈവം എന്ന് പറയുന്ന ശബ്ദം അവിടെ വെളിപ്പെടുകയാണ്. അവിടെ നിന്ന് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുകയാണ്. അവിടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈയിൽ ചെല്ലുമാറാക്കി. മോശയുടെ വലം കൈയിൽ ഇരിക്കുന്നത് എന്താ? ഒരു വടിയാണ്. ആ വടി
കടലിലേക്ക് നീട്ടിയപ്പോഴാണ് കടൽ വിഭാഗിക്കപ്പെട്ടത്. ആ വടി കൊണ്ടാണ്, ശുശ്രൂഷ കൊണ്ടാണ് ശുശ്രൂഷകളെല്ലാം ചെയ്തത്. കാരണം മോശയുടെ വലങ്കൈക്കൽ നമ്മൾ നോക്കുമ്പോൾ വടി മാത്രമേ ഉള്ളൂ, എന്നാൽ ദൈവത്തിൻ്റെ ഭുജം അവൻ്റെ വലങ്കൈയിലുണ്ട്. അങ്ങനെ മോശയുടെ വലങ്കൈയിൽ ചെല്ലുമാറാക്കിയ തൻ്റെ ഭുജത്താൽ ചെങ്കടലിനെ വിഭാഗിച്ചു. ചെങ്കടലിൽ നിന്ന് കയറിയപ്പോൾ അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തു. അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും വഴി നടത്തി. അങ്ങനെ 40 വർഷം മരുഭൂമിയിൽ കൂടി ചുറ്റി നടത്തി ഒടുവിൽ കനാൻ ദേശത്തെത്തി. കനാൻ ദേശത്ത് എത്തുന്നതിന് മുമ്പ് യോർദാൻ നദിയുണ്ടായിരുന്നു. ആ നദിയെ വറ്റിച്ചതിന് ശേഷം ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിച്ചു. ആ സമയത്ത് 40 വർഷം മുമ്പ് മോശയ്ക്ക് ഞാൻ യഹോവയാവുന്നുവെന്ന് അരുളിച്ചെയ്ത ദൈവം ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച ഹോശയായി തീർന്നു, അല്ലെങ്കിൽ രക്ഷകനായി തീർന്നു. കർത്താവ് ജനിക്കുന്നതിന് 1450 വർഷം മുമ്പ് മോശയ്ക്ക് യഹോവ എന്ന നാമത്തിൽ പ്രത്യക്ഷനായ ദൈവം വീണ്ടും 40 വർഷം തൻ്റെ ജനത്തെ ചെങ്കടലിൽ ഭാഗിച്ച് മരുഭൂമിയിൽ കൂടി നടത്തി യോർദാൻ വറ്റിച്ച് കനാൻ ദേശത്ത് എത്തിച്ചപ്പോൾ രക്ഷകനായി തീർന്നു, യഹോവ രക്ഷകനായി തീർന്നു. ഈ പദം യഹോവ രക്ഷകനായി തീർന്നു എന്നുള്ളതിൻ്റെ അന്നത്തെ അവരുടെ ഭാഷയിൽ യഹോവ ഹോശയായി തീർന്നു. അതായത് യഹോവ രക്ഷിക്കുന്നവനായി തീർന്നു, രക്ഷകനായി തീർന്നു. അങ്ങനെയാണ് നൂൻ്റെ മകനായ യോശുവയ്ക്ക്, യുവൻ്റെ മകനായ ഹോശയ്ക്ക് മോശ യോശുവ എന്ന് പേരിട്ടു, അല്ലെങ്കിൽ യഹോശുവ എന്ന് പേരിട്ടു. യോശുവ എന്ന് പറഞ്ഞാൽ യഹോശുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രായ വാക്കിൽ യഹോവ രക്ഷകനായി തീർന്നു എന്നർത്ഥം. എന്നാൽ ഈ പദം സ്വർഗം അംഗീകരിച്ചത് ആ ശബ്ദത്തിലല്ല. യഹോവ രക്ഷകനായി തീർന്നു എന്നുള്ള ശബ്ദം യേശു എന്ന പദത്തിൽ സ്വർഗത്തിൽ വെളിപ്പെടുത്തി. അങ്ങനെ 1410 യേശു ജനിക്കുന്നതിന് 1410 വർഷം മുമ്പ് ഉളവായതാണ് യേശു എന്ന നാമം. യേശു എന്ന നാമം ഉളവാകുന്നതിന് 40 വർഷം മുൻപ് ദൈവം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുത്തിയതാണ് യഹോവ എന്ന നാമം. വീണ്ടും നമ്മൾ കാണുന്നത് എബ്രായ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത് വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മേലായ നാമത്തിന് അവകാശിയായി തീർന്നു എന്ന് യേശുവിനെ കുറിച്ച് പറയാം. വിളിക്കപ്പെടുന്ന സകല നാമത്തിന് മേലായ നാമം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്ന നാമം. ആ നാമത്തിനാണ് പുത്രൻ അവകാശിയായി തീർന്നത്. ദൈവത്തിനായ ക്രിസ്തു അവകാശിയായി തീർന്നത് ആ നാമത്തിനാണ്. അതുകൊണ്ട് അവൻ ആ നാമത്തിൻ്റെ അവകാശിയായി തീർന്നു. എന്നാൽ പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തെ സംബന്ധിച്ച 68-ാം സങ്കീർത്തനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് പാടുവീൻ, യാഹ് എന്നാവുന്നവൻ്റെ നാമം. യാഹ് എന്നാവുന്നവൻ്റെ നാമം യഹോവ എന്ന പദത്തിൻ്റെ ചുരുക്കപ്പേരാണ് യാഹ് എന്ന നാമം. കർത്താവ് സ്തോത്രം. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ദൈവം തൻ്റെ നാമത്തെ വെളിപ്പെടുത്തിയത് മുതൽ യഹോവ, യഹോശുവ, യാഹ്, യേശു, ഈ പദത്തിൽ പൊതുവായിട്ടൊരു വാക്ക് നമുക്ക് കാണാം. ആ വാക്കെന്ന് പറയുന്നത് ആദ്യത്തെ അക്ഷര യാ. ഈ യാ എന്ന് പറയുന്ന ശബ്ദം എവിടെ നിന്ന് വന്നു? ഈ യാ എന്ന് പറയുന്ന ശബ്ദം എവിടെ നിന്ന്? ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഞാൻ യഹോവയാകുന്നുവെന്ന് പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ മൂലഭാഷയിൽ നമ്മൾ ചെന്നാൽ അത് അപ്രകാരം യഹോവ എന്നുള്ള പദം അല്ല കാണുന്നത്. കെത്തീവിൽ കാണുന്നത് യഹോവ എന്നല്ല, പിന്നെയോ മറിച്ച് അവിടെ 4 വാക്കുകൾ മാത്രമാണ്. അതായത് എബ്രായ ഭാഷയിൽ 22 അക്ഷരങ്ങളാണ്. ഈ 22 അക്ഷരങ്ങൾ അത് നമുക്ക് 119-ാം സങ്കീർത്തനത്തിൽ 22 തലക്കെട്ടോട് കൂടിയ സങ്കീർത്തന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അറിയാം. 22
അക്ഷരങ്ങളാണ്. ആലേഫ് തുടങ്ങി തൗ വരെ 22 ലക്ഷം അക്ഷരങ്ങളാണ് നമുക്ക് എബ്രായ ഭാഷയിൽ കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് 4 അക്ഷരങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതായത് യോദ്, 10ാമത്തെ അക്ഷരമായ യോദ്, 2ാമത്തത് ഹെ, 3ാമത്തത് വൗ, 4ാമത്തത് ഹെ. യോദ് ഹെ വൗ ഹെ എന്ന് പറയുന്ന 4 അക്ഷരങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. വ്യഞ്ജനാക്ഷരങ്ങളാണ്, സ്വരങ്ങളില്ല. അത് ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ YHWH എങ്ങനെ ഉച്ചരിക്കും? വവൽസ് ഇല്ലാതെ എങ്ങനെ ഉച്ചരിക്കാൻ സാധിക്കില്ല. സ്വരാക്ഷരമില്ലാതെ ഉച്ചരിക്കാൻ സാധിക്കില്ല. അതിന് മലയാള ഭാഷയിൽ പറയുമ്പോൾ യ വ ഹ വ ഹ എന്ന് പറയുന്ന 4 ഉച്ചരിക്കാൻ സാധിക്കില്ല. ഇതാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് എബ്രായ ഭാഷയിൽ 22 അക്ഷരമുള്ളതിൽ 10ാമത്തെ അക്ഷരം, അതായത് ആലേഫ്, ബേത്ത്, ഗീമൽ, ദാലത്ത്, ഹെ, വൗ, സൈൻ, ഹേത്ത്, തേത്ത്, യോദ്. 10ാമത്തെ അക്ഷരമായ യോദ് എന്ന് പറയുന്ന അക്ഷരം, അതിന് ഉച്ചരിക്കുന്നതിനുള്ള നിയമത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നമ്മുടെ നാക്ക് റൂഫിൽ നമ്മുടെ അതിൽപ്പെട്ട് ചില നിയമങ്ങളൊക്കെ അതിന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉച്ചരിക്കുന്ന ഒരു ശബ്ദമാണ് യോദ്. മലയാളത്തിൽ യ എന്ന് പറയുന്നതിന് അതിനൊരു സാമ്യമുണ്ടെന്ന് മാത്രം. ഇംഗ്ലീഷിൽ വൈ എന്ന് പറയുന്നതിനും സാമ്യമുണ്ട്. ഈ വാക്ക് മാത്രം എങ്ങും മാറ്റമില്ലാതെ കർത്താവിൻ്റെ നാമത്തിൽ, വെളിപ്പെട്ട നാമത്തിൽ ഇന്ന് വരെയും ഒഴിവാക്കാത്ത ഒരു വേടാണ്, ഒരു വാക്കാണ് യ അല്ലെങ്കിൽ യ. അതില്ലാത്തൊരു വാക്ക് കർത്താവിൻ്റെ നാമമായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. അതില്ലാത്തൊരു വാക്ക്. ഇതിനെക്കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ 19ാം അധ്യായത്തിൻ്റെ 6ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. സ്വർഗത്തിൽ കേട്ട ഒരു ശബ്ദത്തെക്കുറിച്ചാണ്. സ്വർഗത്തിൽ കേട്ട ആ ശബ്ദത്തെ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: തകർത്ത ഇടിമുഴക്കം പോലൊരു ശബ്ദം കേട്ടത്, ഹാലേലൂയ. ഹാലേലൂയ എന്നൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദമാണ്. സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം എന്ന് പറയുന്നത് ചുരുക്കമാണ്. നമുക്ക് വേദപുസ്തകത്തിൽ സ്വർഗത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം ചിലതുണ്ട്. യേശു എന്ന ശബ്ദം സ്വർഗത്തിൽ നിന്ന് മുഴങ്ങിയതാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ് ഹാലേലൂയ, തകർത്ത ഇടിമുഴക്കം പോലൊരു ശബ്ദം. ഈ ഹാലേലൂയ ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇത് 2 പദങ്ങളുടെ സംഗ്രഹമാണ്, അല്ലെങ്കിൽ 2 പദങ്ങളുടെ സംയോജനമാണ്. ഹാലേലൂയ. ഹാലേലു എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആർപ്പിടുന്നതിന് പറയുന്നതാണ്. അത് നമുക്ക് അതിൻ്റെ ഡിക്ഷണറി പരിശോധിക്കുമ്പോൾ അറിയാം. ഹാലേലു അവസാനമാണ് ആർക്ക്? യാഹിന്. ഹാലേലു യാ. അവിടെയും നമുക്ക് ഈ പദത്തെ വേർതിരിച്ചറിയാം. യ അല്ലെങ്കിൽ വയ്യ യ എന്ന് പറയുന്ന വാക്ക് അവിടെയും കിട്ടും. അപ്പോൾ കർത്താവിൻ്റെ നാമം ലോകത്തിൽ വെളിപ്പെട്ട ഇടങ്ങളിലെല്ലാം ഈ എബ്രായ അക്ഷരമാലയിൽ 10ാമത്തെ അക്ഷരമായ യോദിൻ്റെ ഉച്ചാരണ ശബ്ദം ഒഴിവാക്കിയിട്ട് ഒരു ശബ്ദമില്ല. ആ ശബ്ദം ഒഴിവാക്കിയിട്ട് കർത്താവിൻ്റെ നാമത്തെ വെളിപ്പെടുത്തിയിട്ടില്ല. കർത്താവിൻ്റെ നാമത്തെ വെളിപ്പെടുത്തിയ ഏത് ഭാഗങ്ങളിലായിരുന്നാലും ഈ പദത്തെ ഒഴിവാക്കിയിട്ടില്ല. ഈ പദത്തെ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. പേരിൽ സങ്കീർത്തനത്തിൽ യാഹം എഴുതിയിരുന്നെങ്കിൽ ഒഴിവാക്കിയില്ല. കർത്താവ് പ്രത്യക്ഷനായപ്പോൾ യഹോവയെന്ന് അരുളി ചെയ്തു. മൂലഭാഷയിൽ അത് വായിക്കാൻ പറ്റില്ലെങ്കിലും വൈ ഒഴിവാക്കിയിട്ടില്ല, യോദ് ഒഴിവാക്കിയിട്ടില്ല. ഹോശയ്ക്ക് യോശുവെന്ന് എഴുതിയപ്പോഴും യോദ് ഒഴിവാക്കിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് യേശു ഒന്ന് പേർ വിളിക്കണം എന്ന് പറഞ്ഞപ്പോഴും യോദ് ഒഴിവാക്കിയിട്ടില്ല.
ആ ശബ്ദം ഒഴിവാക്കിയിട്ടില്ല. അത് സ്വർഗത്തിൽ നിന്ന് സംസാരിച്ച ദൂതൻ സംസാരിച്ച ശബ്ദത്തിലും ആ ശബ്ദം ഒഴിവാക്കിയിട്ടില്ല. ഇനി നമ്മൾ ഒരു പടി കൂടി സ്വർഗത്തിലെ ശബ്ദത്തിന് വേണ്ടി ചെവി ഓർക്കുമ്പോൾ നമ്മൾ കേട്ടത് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 6-ാം ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, തകർത്ത ഇടിമുഴക്കം പോലെ ശബ്ദം ഞാൻ കേട്ടത്. ഹല്ലേലൂയ! ആർപ്പോടുകൂടി സന്തോഷത്തോട് കർത്താവിനെ സ്തുതിക്കുന്ന ശബ്ദമാണ്. ആർക്ക് സ്തുതി? യാഹിന് സ്തുതി. പേര് വ്യക്തമായിട്ട് വിശദീകരിച്ചില്ല, പക്ഷേ വൈ ഒഴിവാക്കിയിട്ടില്ല. കർത്താവിൻ്റെ നാമത്തെ ഒഴിവാക്കിയിട്ടില്ല. കർത്താവിൻ്റെ നാമത്തിലെ ഈ അക്ഷരത്തെ ഒഴിവാക്കിയിട്ടില്ല. യ അല്ലെങ്കിൽ യാ എന്ന പദം ഒഴിവാക്കിയിട്ടില്ല. ഇന്ന് വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്ന ഏത് ഭാഗത്തും മാനവരാശിക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവതേജസ്സും പ്രതാപവും തിരിച്ചു കിട്ടുന്നത് കർത്താവിൻ്റെ നാമത്തിലാണ്. കർത്താവിൻ്റെ തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തുന്നത്, കർത്താവിൻ്റെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുന്നത്, കർത്താവ് നമുക്ക് കൃപ തരുന്നത് ഈ നാമത്തിലാണ്. ആദാം നഷ്ടപ്പെട്ടു പോയ പദവി തിരിച്ചു ലഭിക്കാനുള്ള ഏക മാർഗമാണ് കർത്താവിൻ്റെ നാമം. ആ നാമം വിവിധമായിട്ടുള്ള ഭാഷകളിൽ വരുമ്പോഴും വിവിധമായിട്ടുള്ള പകർപ്പിൽ വരുമ്പോഴും വ്യാഖ്യാനത്തിൽ വരുമ്പോഴും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അത് നിലനിൽക്കണം. അതിൽ നിന്ന് ഒരിക്കലും നീക്കി മാറ്റാത്ത ദൈവത്തിൻ്റെ ആത്മാവ് പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ ഭാഗത്തെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ഈ യോദ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏത് പറയുന്ന ആ ശബ്ദത്തെ ഒഴിവാക്കിയിട്ടൊരു നാമം കർത്താവിനില്ല. അങ്ങനെ അതൊരു വെളിപ്പാടല്ല. എന്നാൽ നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കുമ്പോൾ ആ ഭാഗത്ത് ജെ എന്ന് പറയുന്ന വാക്ക്, ജീസസ് എന്ന് പറയുന്ന വാക്ക് കാണുവാൻ കഴിയും. അത് ഉച്ചരിക്കുന്നവരെല്ലാവരും നഷ്ടപ്പെട്ടു പോകുമെന്നോ അത് ഉച്ചരിക്കുന്നവരെല്ലാവരും രക്ഷയിൽ നിന്നിട്ട് അന്യപ്പെട്ടു പോകുമെന്നോ അല്ല പറയുന്നത്. പിന്നെയോ സത്യത്തിൻ്റെ പരിജ്ഞാനം, സത്യത്തിൻ്റെ പൂർണ്ണത, അതിലേക്ക് നമ്മൾ ശ്രദ്ധ വയ്ക്കുമ്പോൾ യ അല്ലെങ്കിൽ വൈ ഒഴിവാക്കിയിട്ടൊരു കർത്താവിൻ്റെ നാമം ഇല്ല. അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ ഈ ശബ്ദം ഉണ്ടായിരിക്കണം. നമുക്ക് മലയാളത്തിലുള്ളൊരു ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് യേശു എന്ന് പേര് വിളിക്കാൻ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട ആ ശബ്ദം ദൈവാത്മാവ് ഒരിക്കലും ഒഴിവാക്കി നിർത്താത്ത ആ യ എന്ന് പറയുന്ന ശബ്ദം ധൈര്യമായിട്ട് ഉച്ചരിക്കാൻ നമുക്ക് കർത്താവ് തന്നു. ഈസോസ് ഉണ്ട്, ഈസെന്നുണ്ട്, ഈസാന്നുണ്ട്. അതൊക്കെയും ശരി തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് അനുപൂർവ ഭാഷയിൽ നമുക്ക് കാണാൻ കഴിയും. യേശൂസ് യാ ഒഴിവാക്കിയിട്ടുള്ളൊരു ശബ്ദം കർത്താവിൻ്റെ നാമമായിട്ട് നാം വചനത്തിൽ നിന്ന് ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആ ശബ്ദത്തെ കൂട്ടിയുള്ള കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ശരിയായിരിക്കും. അത് ഏറ്റവും ശരിയുണ്ട്, ഏറ്റവും ശരിയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അത് ഏറ്റവും വ്യക്തമാകും. വ്യക്തതയുണ്ട്, അത് ഏറ്റവും വ്യക്തമായിട്ട് നമ്മൾ ഏറ്റവും വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നവർ ചിന്തിക്കാനുള്ള ഒരു കാര്യം മാത്രം. ആർക്കും ഇടർച്ചയ്ക്കോ വലിയൊരു സമൂഹം ഇന്ന് ജീസസ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വലിയൊരു സമൂഹം ഇത് വ്യവസ്ഥപ്രകാരം ഉച്ചരിക്കാത്തവരുണ്ട്. അവരെല്ലാവരും നശിച്ചു പോകുന്നതല്ല. അവർ വിചാരിക്കുന്ന അർത്ഥത്തിൽ അവർ യേശുവിനെ ദൈവത്തിനായ ക്രിസ്തുവിനെ വീണ്ടെടുപ്പുകാരനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് വിളിച്ചപേക്ഷിക്കുന്നവർക്കൊക്കെയും രക്ഷ ഉണ്ടായിരിക്കട്ടെ. അത് തന്നെയാണ്. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ പൂർത്തീകരണത്തിൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ വചനങ്ങളെ ബാല്യം മുതൽ പഠിച്ചും നിശ്ചയവും പ്രാപിച്ചിരിക്കുന്നതിൽ ഉറച്ചു നിൽക്കാതെ കർത്താവ് വചനത്തുള്ളതുപോലെ നമുക്ക് ഉറച്ചു നിൽപ്പാൻ ധൈര്യത്തോടെ കർത്താവിന്റെ നാമത്തെ ഉച്ചരിപ്പാൻ കഴിയുന്ന ഒരു ശബ്ദമാണ് ഈ ശബ്ദം. അത് നമ്മുടെ നാവിൽ നിന്ന് അറ്റുപോകാതിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നാം സത്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരെന്ന്, നാം സത്യത്തിനു വേണ്ടി നിൽക്കുന്നവരെന്ന് നമുക്ക് വെളിപ്പെടുത്തുവാൻ സാധിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബ്രദറെ കടന്നു.